വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള അഡ്മിഷൻ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ അപേക്ഷ അവസാനിക്കുവാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതായത് അപേക്ഷ കഴിഞ്ഞാൽ ഇനി ട്രയൽ അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഡേറ്റ് കൂടെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്തണം. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, അതേപോലെ MG, കേരള യൂണിവേഴ്സിറ്റികൾ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഓൺലൈൻ അപേക്ഷ വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ മൊബൈൽ ഫോൺ വഴി അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ ത്രൂ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അഡ്മിഷൻ ഒഴികെ ബാക്കിയുള്ള 3 യൂണിവേഴ്സിറ്റികൾ നേരത്തെ തന്നെ അപേക്ഷ വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ ഡേറ്റ് അവസാനിക്കുകയും, അതായത് ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കാൻ നിലവിൽ ഇതുവരെ വിളിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നമ്മുടെ ചാനൽ ത്രൂ തന്നെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ യൂണിവേഴ്സിറ്റിയും അതായത് ട്രയൽ അലോട്ട്മെൻറ്റ്, അത് ഓൾറെഡി അപേക്ഷ കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ട്രയൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം ട്രയൽ അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടക്കുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേരിട്ട് കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് സമയത്ത് വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ ബി.എഡ് അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഓരോ യൂണിവേഴ്സിറ്റി നമുക്ക് അപ്ഡേറ്റ്സ് നോക്കാം. ഒന്നാമതായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട് വിളിച്ച യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 22/6/2025 വരെ കേരള യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എയ്ഡ്, സെൽഫ് ഫിനാൻസ്, അതേപോലെ തന്നെ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെൻറ്ററിലോട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ 22/6/2025 വരെ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ തീയതി കഴിഞ്ഞ് 1-2 ദിവസത്തിനുള്ളിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് വീഡിയോ കാണുന്ന ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ബി.എഡ് അഡ്മിഷൻ്റെ ഡേറ്റ് അവസാനിക്കാൻ പോവുകയാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇനി 16/6/2025, അതായത് വിദ്യാർത്ഥികൾക്ക് നാളെയും മറ്റന്നാളും കൂടിയാണ് ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കാനുള്ള ഡേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതായത് കൊമേഴ്സ് ബി.എഡ് ഒഴികെയാണ് ശ്രദ്ധിക്കുക. കൊമേഴ്സ് ബി.എഡിൻ്റെ അപേക്ഷ വിളിച്ചിട്ട് അത് സെപ്പറേറ്റ് ആയിട്ടാണ് അപേക്ഷ വിളിക്കുക. അപ്പോൾ കൊമേഴ്സ് ബി.എഡ് ഒഴികെ എല്ലാ സബ്ജക്റ്റുകളിലും വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ 16/6/2025 വരെ അപേക്ഷ കൊടുക്കാം. അത് കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ബി.എഡ് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ അലോട്ട്മെൻറ്റ് ഘട്ടത്തിലും വിദ്യാർത്ഥി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ ത്രൂ തന്നെ വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഉറപ്പെടുത്തുകയാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, അതായത് ഏറ്റവും ആദ്യം അപേക്ഷ വിളിച്ച MG യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അഡ്മിഷൻ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ 17 വരെയാണ് അപേക്ഷ ലാസ്റ്റ് ഡേറ്റ്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അവസാന അവസരമാണ് വിദ്യാർത്ഥികളുടെ ബി.എഡ് അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും കൃത്യമായിട്ട് ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. MG യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് 19-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് 19-ാം തീയതിയും അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 25-ാം തീയതിയും, കൂടാതെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളെയും ക്ലാസ് ജൂലൈ ഫസ്റ്റ് വീക്കിൽ വിദ്യാർത്ഥികൾക്ക് ആരംഭിക്കുന്ന രീതിയിലാണ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നുള്ള ബി.എഡ് അഡ്മിഷൻ അപ്ഡേറ്റ്സ് ഇതുവരെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. കൂടാതെ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ പരമാവധി നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ ബി.എഡ് അപേക്ഷ കൊടുത്തിടുക. അതിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസ് കോളേജ്, അതേപോലെ യൂണിവേഴ്സിറ്റി സെൻട്രൽ കോളേജുകൾ നിങ്ങൾ ഏറ്റവും മുകളിൽ വെക്കാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ ഈ വർഷം, അതായത് തീരെ മാർക്ക് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അതേപോലെ തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും കേരളത്തിന് പുറമെയുള്ള കേരള PSCയുടെ കൃത്യമായിട്ടുള്ള അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള
കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നേരത്തെ പല വീഡിയോയിൽ മറിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് താഴെ കൊടുത്ത പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ BEd ഡീറ്റെയിൽസ് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ട് PSC അംഗീകാരമുള്ള BEd എടുക്കുവാനുള്ള എല്ലാ ഇൻഫർമേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒരിക്കൽ കൂടി ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സമാദരിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.